രാവിലെ ആയി. ഇന്ന് നമ്മൾ പുറത്തു പോവാം. എന്നാ നല്ല വൈബല്ലേ. നല്ല തണുത്ത കാറ്റും നല്ല വെയിലും. ഇതെന്താ ഓപ്പോസിറ്റിൽ ഇതെന്താ ബീർ വൈൻ വീണ്ടും തുറന്നോ ഇവന്മാർ? പക്ഷേ ഇവന്മാരൊക്കെ എന്ത് ചെയ്യാനാ? 2 അടി അടിക്കുക. ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ റൊണാൾഡോ ബായ് ആണെങ്കിൽ വന്നിട്ട് 2 അടി കൊടുത്തേ ഉള്ളൂ. വീണ്ടും ഇവന്മാർ തുടങ്ങി. എങ്ങനെ എന്തൊരാടാ കാണിരണേ? എടാ നിങ്ങളോട് ഞാൻ അന്നേ പറഞ്ഞല്ലേ എടാ ഇവിടെ തുറക്കാൻ പാടില്ലെന്ന്. ഇന്നാ വാങ്ങിച്ചോ. എന്നെ അടിക്കുന്നു. ഇന്നാ മേടിച്ചോ. എടാ ഞാൻ ആരാന്ന് നിങ്ങൾക്ക് അറിയാവോ? എൻ്റെ പൊന്നു മോനെ. അയ്യോ എടാ മരിച്ചാവൻ. എൻ്റെ അമ്മോ. നിങ്ങൾക്ക് നോക്കട്ടെ, അടിച്ചാൽ മരിക്കുമോ? ഇതിലടിച്ചാൽ മരിക്കും. ചേടാ അവൻ്റെ തലയിലിരുന്ന് ചോര. എൻ്റെ മോനെ ഇതെന്താ 1 സ്റ്റാർ വന്നു. അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ പിടിക്കപ്പെടും. ആദ്യം ഇതൊന്ന് അടിച്ച് പൊട്ടിക്കട്ടെ. അല്ല പിന്നെ അവന്മാർ തുറന്നിരിക്കുക വീണ്ടും. സുഖൈസ് ഇപ്പോൾ 1 സ്റ്റാർ വന്നിരിക്കുകയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ഓടാൻ. നമ്മൾ ഇവിടെ നിന്ന് വേറെ വഴിയില്ല. നമുക്ക് എങ്ങോട്ടും പോകാനും പറ്റത്തില്ല. ഒന്ന് പെട്ടെന്ന് പോടാമെന്ന് എന്തുവാടെ നടന്നുകൊണ്ടിരിക്കുന്നേ. ഓക്കെ, നമ്മൾ ആദ്യം കാർ എടുത്തിട്ട് പോവാം. ഉറപ്പായിട്ട് ഈ കേസിനൊക്കെ പിടിക്കുകയാണെങ്കിൽ 2-3 മാസം ജയിലിൽ ഇരിക്കേണ്ടി വരും തോന്നുന്നു. ഓക്കെ സാറേ ഷൂട്ട് ചെയ്യണ്ട ഞാൻ നിന്നു. അങ്ങനെ ഏകദേശം 6 മാസം ഞാൻ ജയിലിലിരുന്നു. ഇവൻ എപ്പോൾ നോക്കിയാലും എന്നെ കാണുമ്പോൾ അടിക്കുക. ഇവനെ ഞാൻ തീർത്ത് കാണിക്കാം. എടാ നീയൊക്കെ എന്തരാടാ? തലയിൽ കുളിക്കത്തില്ല, മുടി വെട്ടാൻ പറഞ്ഞാൽ മുടിയും വെട്ടത്തില്ല. എന്നാ മേടിച്ചോ അടി. അവൻ്റെ കാലടിച്ച് ഞാൻ പൊട്ടിക്കുന്ന. എന്നാ മേടിച്ചോ. എടാ ഇവൻ എത്ര പേരാടാ എന്നെ അടിക്കാൻ ഓടി വരുന്നത്? വീണ്ടും എത്ര പേരാണ് വരുന്നത്? എൻ്റെ ഗ്യാങ്ങെ കുളിക്കാൻ പോയിരിക്കുക ബാത്റൂമിൽ. ഞാൻ വിളിച്ച എത്രയും പെട്ടെന്ന് ഓടി വരും. പക്ഷെ കുളിക്കാൻ പോയിരിക്കുക അവർ. എന്നാ മേടിച്ചോ. എടാ അവിടെ നിന്നൊക്കെ ഓടി വരുവാടാ ആൾക്കാർ എന്നെ അടിക്കാൻ വേണ്ടിയിട്ട്. എടാ ഞാൻ എന്ത് ചെയ്തിട്ടാടാ എന്നെ എല്ലാം അടിക്കാൻ വരുന്നേ? നിൽക്ക് ആദ്യം നേരെ പോയിട്ട് അവന്മാരെല്ലാം അടിക്കാം നമുക്ക്. ഗൈസ് അതിന് മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഏത് വീഡിയോ ആണെന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യണേ. ഓക്കെ എന്നാ മേടിച്ചോ. ഈ ചകിരി തലേനെ ഒരൊറ്റ അടി എന്നാ മേടിച്ചോ. അയ്യോ അവൻ്റെ പല്ലടിച്ചു. എടാ പല്ല് പൊട്ടി അവൻ്റെ. നിൽക്ക് ഇവനെ. എടാ നിനക്കൊക്കെ വയസ്സായില്ലേടാ കിളവാ. എന്നാ മേടിച്ചോ. സോ ഗൈസ് ഒരു ഗ്യാങ്ങിനെ തന്നെ നമ്മൾ അടിച്ച് വീഴ്ത്തിയിരിക്കുകയാണ്. പിന്നെ അല്ല വെറുതെ അല്ല. നമ്മുടെ മസിലൊക്കെ കണ്ടോ? മസിലൊക്കെ വലുതായില്ലേ. ഇതെന്താ എത്ര പേരാടാ എന്നെ അടിക്കാൻ വരുന്നേ? ഇത് ആര് കാണലില്ലേ? എടാ ഇതെന്താ ഇത്? തുടങ്ങിയാ ഗാർഡ്സ് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. സോ നന്ദി സാറേ, നന്ദി കൊണ്ട് എന്നെ രക്ഷിച്ചതിന്. ഓക്കെ സോ ഗൈസ് അപ്പോൾ ഏകദേശം 4 മാസം. ഇവരാണെങ്കിൽ എനിക്ക് 10 വർഷമാണ് പ്രിസൺ കൊടുത്തിരിക്കുന്നത്. ഞാൻ എങ്ങനെ പോയാലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം. സോ അതിനു വേണ്ടിയാണ് നമ്മുടെ ഗ്യാങ് കാര്യങ്ങളൊക്കെയാണ് ഇവർ മാത്രമല്ല ഇനിയും കുറേ പേരും കൂടി അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അവരെയും വിളിച്ചുകൊണ്ട് പോകണം. സോ നമ്മുടെ പ്ലാൻ ഇതാണ്. ഈ ടെറസിൽ നമ്മൾ കയറിയാൽ നമുക്ക് അപ്പുറത്തെ മതിലിലോട്ട് ചാടുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ പോയാലും രക്ഷപ്പെടും. പക്ഷേ പോലീസുകാർ നമ്മളെ ഷൂട്ട് ചെയ്യും. നമുക്കൊന്നും ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ കവറിന് വേണ്ടി എടുത്തിരിക്കുന്നത്. പക്ഷേ അവന്മാരെ പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണ്. നിൽക്ക് എല്ലാവരും ഓടുകയല്ലേ. എടാ എല്ലാവരും വന്ന് എനിക്ക് വേണ്ടി കവർ നില്ലടാ. ആരും കാണുന്നില്ലല്ലോ നമുക്ക്. ഓക്കെ ആരും കാണുന്നില്ല. ഓക്കെ അത്രയും കൊന്നു. എടാ ഓടിയോ. സോ ഗൈസ് ഇവരുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ എങ്ങനെയെങ്കിലും ഗ്യാങ്ങോടെ രക്ഷപ്പെടാം. എൻ്റെ അടുത്ത് ഗണ്ണുണ്ട്, ഞാൻ എല്ലാവരും ഷൂട്ട് ചെയ്യാമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് അങ്ങനെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഞാൻ മാത്രമാണ് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നത്. സോ ഇവരൊക്കെ ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഇതെന്താ എന്നെ കാണുമ്പോൾ എല്ലാവർക്കും പേടിയാവും. ഇതെന്താടാ ഇത്? എടാ നിങ്ങളെ വെറുതെയാണോ ഇവിടെ ഞാൻ വളർത്തിയത്? അടിക്കടാ. ഓടിച്ചിട്ട് അടിക്കടാ അവനെ. സോ ഗൈസ് ഇപ്പോഴാണെങ്കിൽ ഞങ്ങൾ ഇത്രയും പേരുണ്ട്. ഇനിയും കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ട്. സോ ഇപ്പോൾ ഞങ്ങൾ രക്ഷപ്പെടാൻ പോവുകയാണ് ഇവിടെ ഇരുന്ന്. ഓക്കെ അല്ല ഓടി വാടാ. ഇത് എന്തിനാടാ ഇത് ഇത്ര സ്ലോ ആയിട്ടാണ് ഓടി വരുന്നത്? എല്ലാവരും പെട്ടെന്ന് ഓടിയോ. എന്നാ പക്ഷേ ഇവിടെ എത്ര പേരാണ് നമ്മളെ അടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണേ. സോ ഗൈസ് ഇവിടെ നമ്മുടെ ഒരു വലിയ ഗ്യാങ്ങാണ്. ആ ഗ്യാങ്ങിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇവിടെ കുറേ പേരുള്ളത്. കാരണം യുവന്മാരെ നമ്മളെ അടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഫേമസ് ആവുന്ന യുവന്മാർക്ക് അറിയാം. അത് കാരണമാണ് ഇവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവനൊക്കെ എത്ര പ്രാവശ്യം അടിച്ചാലും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും വന്ന് കഷണ്ടി തല. എല്ലാ പ്രശ്നവും കഴിഞ്ഞതിന് ശേഷം നീ വാട്ടോ. അതിന് മുമ്പൊന്നും വരാൻ പാടില്ല കേട്ടോ. എന്നാ മേടിച്ചോ. അല്ല പിന്നെ സോ ഗൈസ് പിന്നെ നെക്സ്റ്റ് ഏത് ടൈപ്പ് വീഡിയോ ഇടാമെന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യണേ. ഓക്കെ എന്നാ മേടിച്ചോ. എല്ലാവരും അടിക്കട്ടെ. നമ്മൾ ഗ്യാങ്ങിൽ എല്ലാവരും സ്കെച്ച് ഇട്ട് വെച്ചിരിക്കുകയാടാ. ഓക്കെ സോ നമ്മൾ ഇനി മേളിൽ കയറി ഓടാൻ പോവുകയാണ്. സോ ഗൈസ് അപ്പോൾ നമ്മുടെ എല്ലാ കംപ്ലീറ്റ് ഗ്യാങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് റെസ്ക്യൂ ആകാൻ പോകണം. എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. എസ്കേപ്പ് ആകാൻ പോവുകയാണ്. എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ ഇരുന്ന് ദാണ്ട് ഈ കാണുന്ന ഈ ടെറസിലോട്ട് നമ്മൾ ഓടാൻ പോവുകയാണ്. സോ അപ്പോൾ ബോയ്സ് എല്ലാവരും റെഡി അല്ലേ? അപ്പോൾ നേരെ വായോ നമ്മൾ ഇതിനകത്ത് കയറി പോവാം. ഓക്കേ
സോ ഗൈസ് അപ്പോൾ ഇവന്മാർക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മുടെ പ്ലാൻ പ്ലാൻ സക്സസ്ഫുൾ ആക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇവിടെ നമ്മൾ തോക്ക് എടുക്കട്ടെ. നമ്മുടെ കയ്യിൽ നമ്മുടെ തോക്ക് വേണം. ഇവിടെ ഒരു ഗാർഡ് ഉണ്ടെന്ന് കേട്ടാൽ യെസ് ഓക്കെ. സോ ഗൈസ് എനിക്ക് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഗണ്ണിനകത്ത് സൈലൻസർ ഉണ്ട്. അപ്പോൾ അത് കാരണം ആ ഒരു പ്രശ്നമൊന്നും വരത്തില്ല. ഓക്കെ സോ എല്ലാം ഓടിയോടാ. ആരെങ്കിലും നമ്മളെ കാണും. ആ ടവറിലൊക്കെ ഗാർഡ്സ് ഉള്ളതാ. പെട്ടെന്ന് ഓടിവാ. നമ്മൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. എടാ ഓടിവാടാ. ഇതെന്താ കാണിക്കുന്നത്? ഓക്കെ സോ ഗൈസ് ഞാൻ ഏകദേശം ചാടി. ബട്ട് എന്ത് ചെയ്യാനാ, പെട്ടെന്ന് ഓടട്ടെ. ഇവിടെ നിന്ന് എങ്ങനെ പോയാലും അവന്മാരൊക്കെ വിചാരിച്ച് കാണും ഞാനിപ്പോൾ വന്ന് രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞ്. ഓക്കെ സോ ഗൈസ് എങ്ങനെയോ ഫൈനലി നമ്മൾ ഗേറ്റിൻ്റെ പുറത്ത് വന്നിട്ടുണ്ട്. ആൻഡ് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർ ഇവിടെയാണ്. ഈ ഒരു കാറാണ്. ഈ ഒരു കാർ അവിടെ എവിടെയെങ്കിലും കളഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ബൈക്കോ സൈക്കിളോ വെച്ച് നമുക്ക് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആയിട്ട് ഇച്ചിരി ദിവസം നമ്മൾ ഒളിവിൽ പോയി നിൽക്കാം. അല്ലാഞ്ഞിട്ട് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. ഉറപ്പായിട്ട് വരും, നമ്മളെ തപ്പി വരും. സോ യെസ് അത്രേ ഉള്ളൂ നമ്മുടെ ഇത്രയും വലിയ വീഡിയോ. സോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതൊന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളെ മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ ആൻഡ് അതിനു മുമ്പ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.